റുസ്തമോൾ റുസ്തമോൾ റുസ്ത റുസ്ത റുസ്തമോൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസത്തിൽ തന്നെ ഞങ്ങളെ വീടൊക്കെ ഒരു മരണ വീട് പോലായിരുന്നു. മലബാർ കല്യാണങ്ങൾ ഇതിലും വലിയ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. മലബാർ കല്യാണങ്ങളിൽ അത് അത്രയൊന്നുമില്ലാത്ത വളരെ ലൈറ്റായ ഒരു തമാശ ഗാനമായി എടുക്കേണ്ട സാധനമാണ്. കാണിക്കാൻ പറ്റാത്ത കാഴ്ചകൾ കാണിച്ചു കൊടുത്തോ, കൃഷ്ണമോൾ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ, അങ്ങനെയൊക്കെ പല പല മനസ്സിൽ കുത്തുന്ന ഓരോ വാക്കുകളൊക്കെ പറഞ്ഞ് പലരും ട്രോൾ ചെയ്തും കളിയാക്കിയതും മെസ്സേജും അതുപോലെ കമൻറ്റുകളൊക്കെ ഉണ്ട്. മൂപ്പർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങുമ്പോൾ ആളുകൾ സെൽഫി എടുക്കുക, കളിയാക്കുക. ബുർദ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ, അതിന് പകരം ഇപ്പൊ പുതിയ പെണ്ണിന്റെയും പുതിയാപ്പിളയുടെയും മദ്ഹായി. പുതിയാപ്പിള ഞാനോ പുതിയണ്ണ എൻ്റെ റുഷ്ദമോളോ അതായത് എൻ്റെ വൈഫോ അവിടെ പെരുക്കാർ ആരും ഇതിന് ഉത്തരവാദികളല്ല. കനിവിൻ്റെ പൂമരമേ അലിവിൻ്റെ സാഗരമേ എൻ്റെ വേദന തീർത്തിടണേ. കഴിഞ്ഞൊരാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ ട്രോളന്മാരുടെ ഇരയാക്കപ്പെട്ടൊരു വ്യക്തിയാണ് എൻ്റെ കൂടെയുള്ളത്. ഈ സമൂഹ മാധ്യമങ്ങളിലെ തമാശകൾക്കും അതുപോലെ സൈബർ ബുള്ളിങ്ങിനുമൊക്കെ അപ്പുറത്തും ഇതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു കുടുംബം അതിന് പിന്നിലുണ്ട്. അപ്പോൾ ആ തമാശകൾക്കപ്പുറത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. ഇപ്പോൾ അബ്ദുൾ സമദ് സഖാഫിയാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ റുഷ്തമോൾ എന്ന് പറയുന്ന പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വൈറലായി. അത് മതപരമായ വിമർശനം ഉണ്ടായി, സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉണ്ടായി. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഒരു സംഭാഷണത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് അന്ന് സംഭവിച്ചത്? ശരി, അന്ന് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ ഒരു കല്യാണം എന്നുള്ളത്. അപ്പോൾ കല്യാണം നല്ല രീതിയിൽ നല്ല പല സ്വപ്നങ്ങളും കണ്ട് വളരെ കഷ്ടപ്പെട്ട് നടത്തിയൊരു കല്യാണമാണ്. പലരും ഇതിനെ വിമർശിക്കുന്നത് വളരെ ആർഭാടമായി നടത്തിയ ഒരു വലിയ കല്യാണം എന്ന നിലക്കാണ്. ആർഭാടം നടത്താൻ മാത്രമുള്ള ഒരു സമ്പത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബമൊന്നും അല്ല ഞങ്ങളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് പലരുടെയും പല സ്വപ്നങ്ങളാണല്ലോ. അതേപോലെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നമ്മളെ പിന്നെ ഞാൻ ഈ പാട്ടിൻ്റെ മേഖലയിലും അദ്ദേഹത്തിൻ്റെ മേഖലയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ പാട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ പരിപാടിയിലേക്ക് വിളിച്ച് ഒരു മദഹിൻ്റെ വേദി, ഒരു പാട്ട് മജ്ലിസ്, അതായത് മദഹിൻ്റെ മജ്ലിസ് എന്ന നിലക്ക്. അപ്പോൾ മദഹിൻ്റെ മജ്ലിസ് നമ്മൾ വെക്കാൻ കാരണം തന്നെ നമ്മളെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹുമായി എന്ത് വിഷയത്തിലേക്കും നമ്മൾ തുടക്കം കുറിച്ചാൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പുണ്യകർമ്മമാണെന്നുള്ള നമ്മളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ആ പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയൊരു സദസ്സ് നമ്മൾ പിന്നെ സംഘടിപ്പിച്ചത്. അതിലൂടെ ഇത്രയും വലിയൊരു ട്രോളായി മാറുന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷയില്ല. അതിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മാധ്യമങ്ങളും പാട്ടന്മാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായ പലരും ഈ സദസ്സിലേക്ക് വന്നു. എല്ലാവരും നല്ല ഭംഗിയിൽ പാട്ടൊക്കെ പാടി തന്നു. വിമർശനങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ ഉസ്താദിൻ്റെ കൂടെ മദ്ഹ് ആലപിക്കുന്ന പാട്ട് പാടുന്ന ആളുകൾ ആണ് അന്ന് ആ പാട്ട് പാടിയ ആളുകളൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് അല്ലേ? പാട്ട് പാടിയ ആളുകളൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഈ പാടിയ ആളുണ്ടല്ലോ മൂപ്പര് നമുക്ക് അറിയാം. മൂപ്പര് നല്ലൊരു മൂപ്പര് ഈ പാട്ട് മാത്രമല്ല, മൂപ്പര് ഒരുപാട് അതായത് നമ്മളെ ഈ മേഖലയിലുള്ള ആളുകൾ നമ്മളെ ഈ മുസ്ലിമീങ്ങൾ ഏറ്റെടുത്ത നല്ല നല്ല വരികൾ എഴുതിയ ആളാണ് മൂപ്പര്. അത് 2 വരികൾ മാത്രം പറഞ്ഞുതരാം. ഈ കൽബിലണഞ്ഞൂടെ ഹബീബൻ എന്ന് നമ്മളൊക്കെ ഏറ്റെടുത്ത എല്ലാ പാട്ടാണ്. അതുപോലെ ഇഷ്ടം മദീന ഹെന്നിഷ്കും, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും മനസ്സുകൊണ്ട് സ്വീകരിച്ച വലിയ ഒരു മദ്ഹാണ് നമ്മളെ. അപ്പോൾ ഈ ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു അഹമ്മദ് കുട്ടി എന്ന മൂപ്പരെ പേര്. നമ്മൾ സുഹൃത്ത് തന്നെ പല സ്ഥലത്തും നമ്മളെ പരിപാടി കാണലുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ടൊന്നല്ല വിളിച്ചത്, അത് വേറെ കാര്യം. പക്ഷേ ഈ പാട്ട് ഇങ്ങനെ പാടുന്നുള്ളൊരു കാര്യം നമ്മൾ കല്യാണ തിരക്കിലായതുകൊണ്ട് പുതിയാപ്പിള ക്ഷണിച്ചാൽ മാത്രം പോരാല്ലോ, വരുന്നവരെ സ്വീകരിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, എല്ലാ നിലക്കും നമ്മളവരെ പരിഗണിക്കണം. കല്യാണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആഘോഷമാണല്ലോ. ഈ ആഘോഷത്തിനിടയിൽ ഇത്തരം തമാശകളൊക്കെ സ്വാഭാവികമാണ്. മലബാർ കല്യാണങ്ങൾ ഇതിലും വലിയ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. മലബാർ കല്യാണങ്ങളിൽ അത് അത്രയൊന്നുമില്ലാത്ത വളരെ ലൈറ്റായ ഒരു തമാശ ഗാനമായി എടുക്കേണ്ട സാധനമാണ്. തമാശ ഗാനം എടുക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നം വരാൻ കാരണം ഇത് പിന്നെ നമ്മുടെ ഈ വേഷത്തിന് യോജിച്ചതായിട്ടുള്ള വരിയല്ല അവിടെ പാടിയത്. മൂപ്പര് പാടിയത് നമ്മളെ സുഹൃത്തല്ലേ, ഒന്ന് ഉഷാറാക്കി കൊടുക്കാന്നുള്ള നിലക്കാണ്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ പുറത്തിങ്ങനെ ഓരോരുത്തരെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു വർത്താനുണ്ട്, സമദ് ഉസ്താദേ ഞാൻ പാട്ടിൽ അറിയാതെ എടാ സമദേ എന്നുള്ളൊരു പ്രയോഗം
പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഒന്നും മനസ്സിൽ വെക്കരുത്, പൊരുത്തപ്പെട്ടായിരുന്നു. മൂപ്പര് എന്താ പാടിയെന്ന് കൂടി എനിക്കറിയില്ല, കാരണം ഞാൻ കല്യാണ തിരക്കിലാണ്. അതൊരു നിമിഷ കവി എഴുതിയതുപോലെ ആ സന്ദർഭത്തിൽ എഴുതി ഉണ്ടാക്കിയൊരു പാട്ട് അപ്പം പാട്. അപ്പോൾ മൂപ്പര് പാടി. അത് പിന്നെ സമൂഹ മാധ്യമങ്ങൾ പിന്നെ പല രൂപത്തിലും ദ്വയാർത്ഥം വെച്ച് അതിനെ പല രൂപത്തിലും ട്രോളി ഈ ഒരു വിധത്തിൽ എന്നെയും എൻ്റെ വൈഫിനെയും കുടുംബത്തെയും ഇത്രയും വലിയ വിഷമത്തിലേക്ക് എത്തിച്ചു. സ്വാഭാവികമായിട്ട് നമ്മളെ സുഹൃത്തുക്കളാകുമ്പോൾ ആ സുഹൃത്തുക്കളെടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം കൂടി അവിടെ ഉണ്ടല്ലോ അല്ലേ? ആ സുഹൃത്തുക്കളെടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം അതൊരു പാട്ടായി മാറുന്നു. സുഹൃത്തിൻ്റെ കല്യാണത്തിലുണ്ടാവുന്ന തമാശകളൊക്കെ ഒപ്പിച്ചൊരു പാട്ട് പാടുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമല്ല, ഇതിലൂടെ ഉണ്ടായ പ്രയാസം കാരണം മൂപ്പരും ഈ പാട്ട് പാടിയ ആൾ പോലും വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. മൂപ്പർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങുമ്പോൾ തന്നെ ആളുകൾ സെൽഫി എടുക്കുക, കളിയാക്കുക. മാത്രമല്ല മൂപ്പര് എനിക്ക് വിളിച്ച് ഒരുപാട് തവണ പൊരുത്തം ചോദിച്ചിട്ടുണ്ട്, എൻ്റെ വൈഫിനോട് കുടുംബത്തോടൊക്കെ. ഞാൻ കാരണമാണല്ലോ. പിന്നെ ഇതൊക്കെ ഓരോരുത്തർ ഓരോ മൈൻഡിനനുസരിച്ച് അർത്ഥം വെക്കുന്ന. ആദ്യം ഇതിൻ്റെ ഒരു വിമർശനം കേൾക്കുന്നത് നൗഷാദ് ബാക്കവിയുടെ വിമർശനമാണ്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വിമർശനം, നിങ്ങൾ എങ്ങനെ പാട്ടുപാടിയാലും കുഴപ്പമില്ല, ഒരു ഈമാനുള്ള ഇസ്ലാമിൻ്റെ കുപ്പായം ഇട്ട് പാടുമ്പോൾ അത് ഒരു മര്യാദകേടായിപ്പോയി എന്നുള്ളതാണ്. അതെ, അതന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ വേഷത്തിനോട് യോജിച്ച വരികളല്ല അത്. കാരണം ഈ പാട്ട് പാടിയ ആൾ ഉസ്താദോ മോലരോ ഒന്നുമല്ല, മൂപ്പര് ഒരു നാടനായ വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സദസ്സിൽ മൂപ്പരെ കൂടെ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളായ ഉസ്താദുമാർ പലരുണ്ട്. അവർക്ക് പോലും അവർ ഏറ്റെടുത്ത കുറേ പരിപാടികൾ ഈ ഒരു കാരണം മിസ്സായ ഒരു പരിപാടികളാണ്. അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ഏതൊരു വ്യക്തികളായപ്പോൾ ഇത്രയും സോഷ്യൽ മീഡിയകളിൽ എതിർക്കുന്ന പലരുണ്ടല്ലോ. ഇവർ തന്നെ ആ സദസ്സിലുണ്ടായാൽ പോലും ആ സദസ്സിലെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ സ്പോട്ടിലാരും പിന്നെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത് നിർത്താനും പോകില്ലല്ലോ. മൂപ്പരങ്ങനെ പാടുമ്പോൾ അറിയാതെ കൂടി കൊടുത്തു പോയി. ആ കൂടി കൊടുത്ത ഒറ്റ പേരിൽ നമ്മളെ സുഹൃത്തുക്കളെ ഉസ്താദുമാർക്ക്, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് പരിപാടികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ വെറുതെ വിമർശിക്കുന്നുണ്ട്. മത പാട്ടുകൾക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സിങ് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അതെ, ഞങ്ങൾ ഉസ്താദുമാരായതുകൊണ്ട് നമ്മൾ ഉസ്താദുമാരെ മെയിൻ വേഷം വെള്ള വസ്ത്രമാണല്ലോ. അപ്പോൾ ഈ വെള്ള വസ്ത്രത്തിനോട് യോജിച്ച ഒരു വരി അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും വല്ല ഒരു സംഭവം. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ലൈവ് ചെയ്തിരുന്നു. അവിടെ ലൈവ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഒരു വ്യക്തിയുടെ ഒരു ആഗ്രഹമാണ് അവരുടെ കല്യാണം എപ്പോഴും ഏത് ടൈമിലും കാണാമെന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് ലൈവ് ചെയ്തു. ആ ലൈവ് ചെയ്ത് സൂക്ഷിച്ചത് എന്തിനാ വെച്ചാൽ എപ്പോൾ വേണമെങ്കിൽ നമ്മൾ എടുത്ത് നോക്കാം, അത് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ആ നിലക്ക് ലൈവ് ചെയ്ത് ആ ലൈവിൽ നിന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ആ ഒരു ഭാഗം കാണാത്ത കാഴ്ച സമയത്ത് കാണിക്കും എന്നുള്ളൊരു ഭാഗവും, അതുപോലെ റുഷ്ദമോൾ എന്ന് 3 വട്ടം പേര് കൊടുത്ത് അതിൽ പാട്ടിലില്ലാത്തൊരു പദം സിന്ദാബാദ് എന്നുള്ളൊരു പദം കൊടുത്ത് അതങ്ങനെ പ്രചരിപ്പിച്ചവരുണ്ട്. ഏതായാലും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ മൈൻഡ് അങ്ങനെയാണ്. പക്ഷേ ഇസ്ലാമിക് പരമായിട്ടുള്ള രൂപങ്ങൾ ഇത് ഒരിക്കലും ഒരാളെ നന്നാക്കാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ ഈ രൂപമല്ല ചെയ്യേണ്ടത്. ആദ്യം അതിലൊരു തമാശയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ആ തമാശ ആസ്വദിക്കുകയാണോ ചെയ്തത്, പിന്നീടാണോ വലിയ വിമർശനങ്ങൾ വന്നത്? ആദ്യം ഇത് കണ്ടപ്പോൾ ഇത് പിന്നെ വീട്ടിൽ എത്തി നമ്മൾ ഫോണൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങൾ വന്നിട്ട്, അപ്പോൾ ട്രോളൊന്നും നമുക്ക് ഇറങ്ങാനുള്ള ടൈം ആയിട്ടില്ല. പലരും ഇങ്ങനെ അയച്ചു തന്നിട്ട് ഇതെന്താണ് സംഭവം, അവർക്ക് വിഷയം അറിയില്ലല്ലോ. കാരണം ഇതിന് ഞാൻ പുതിയാപ്പിളായ ഞാനോ പുതിയണ്ണായ എൻ്റെ റുഷ്ദമോളോ അതായത് എൻ്റെ വൈഫോ അവിടെ പെരക്കാർ ആരും ഇതിന് ഉത്തരവാദികളല്ല. ഇത് ആദ്യം കണ്ടപ്പോൾ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി. പക്ഷേ ഓരോ നിമിഷം കൂടുന്തോറും ഇതിങ്ങനെ അതിൻ്റെ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ഈ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് മനസ്സിലാവും. പക്ഷേ വീട്ടിലുള്ള സ്ത്രീകൾ, ഉമ്മ, ഭാര്യ, അപ്പോൾ ഈ റുഷ്ദമോൾ എന്ന് പറയുന്ന ഭാര്യയാണ്, പുതിയവണ്ണാണ്, കല്യാണ വീട്ടിലേക്ക് ഇപ്പോൾ കയറി വരുന്ന വേറൊരു വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പെൺകുട്ടി കൂടിയാണ്. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? മാനസികാവസ്ഥ തന്നെ ഈ ഫസ്റ്റ് ആരും അതിൻ്റെ ഇല്ലല്ലോ, അത് അതിൻ്റെ വഴിക്ക് പോയിക്കോളെന്ന് വിചാരിച്ചു. പക്ഷേ ഓരോ നിമിഷം ഓരോ മണിക്കൂറുകളും കഴിയുന്നതനുസരിച്ച് പുതിയ വീഡിയോകൾ ഇറങ്ങുന്നു, ഇൻസ്റ്റയിൽ മൊത്തം ട്രെൻഡിങ് ആയി മാറുന്നു. അപ്പോൾ ശരിക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആ ദിവസത്തിൽ തന്നെ ഞങ്ങളെ വീടൊക്കെ ഒരു മരണ വീട് പോലായിരുന്നു. കാരണം എൻ്റെ ഉമ്മ വീടിൽ നിന്ന് വേറൊരു സ്വന്തം ഉമ്മയെ ഉപ്പയെ ഒക്കെ ഒഴിവാക്കി ഒരു പുതു വീട്ടിലേക്ക് വരുന്ന ഈ പെണ്ണിൻ്റെ അവസ്ഥ, അതിൻ്റെ ഒരു മാനസികാവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് അല്ലേ. ഒരു പെണ്ണ് എങ്ങനെ ആയിരിക്കും ആ പുതിയ വീട്ടിൽ ഞാൻ ജീവിക്കുക എന്നൊക്കെ ഒരു പല അവസ്ഥകൾ ഉണ്ടാവില്ലേ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം. അതിന് പുറമെ ഈ ഇത്രയും വലിയൊരു ട്രോളും അതുപോലെ ഇങ്ങനെ ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവൾ ഒരുപാട് തവണ കരിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ എൻ്റെ ഉമ്മ നിസ്കാരപ്പായിലിരുന്ന് കരിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പ പലവട്ടം പലർക്കും വിളിച്ച് ചോദിക്കുമ്പോൾ കരഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ 2 മക്കൾ എന്താ ചെയ്തത്, എൻ്റെ മരുമകൾ എന്താ ചെയ്തത്, എൻ്റെ മോൻ എന്താ ചെയ്തത്, അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ വലിയ വിഷമത്തിലേക്ക് ഇരയാക്കിയ സംഭവമാണ്. ഈ വേറൊരു വലിയ വിമർശനം ഉണ്ടായതും ഇങ്ങനെയുള്ള കല്യാണം വലിയ ആർഭാട കല്യാണമാണ്, അതിൻ്റെ ഒരു ആഡംബരമൊക്കെ കാണിച്ചുകൊണ്ടുള്ള കല്യാണമാണെന്നുള്ളതാണ്. അങ്ങനെ ആർഭാടം കഴിക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ആളാണോ? എന്താ സ്ഥിതി? അങ്ങനെ ആർഭാടത്തിൽ ആക്കൾ എന്നല്ല, യാഥാർത്ഥ്യം പറയണമെങ്കിൽ തുറന്ന് പറയണല്ലോ ഇപ്പോൾ എന്താണ് വിഷയങ്ങൾ. അപ്പോൾ
എൻ്റെ കല്യാണം നടക്കുന്നതിൻ്റെ മുമ്പ് ആ ഒരു ഓഡിറ്റോറിയത്തിൽ, അതിന് മുമ്പ് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു. അവർ അത്യാവശ്യമുള്ള ടീമാണ്. അപ്പോൾ അവരുടെ കല്യാണം ഉണ്ടായതുകൊണ്ട് അവിടെ സ്റ്റേജ് ഡെക്കറേഷനുകളൊക്കെ നല്ല അത്യാവശ്യം VIP ടൈപ്പ് നല്ല അടിപൊളിയായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്റ്റേജ് വേണോ? വേണമെങ്കിൽ ഇത്രയും വലിയ സ്റ്റേജ് നിങ്ങൾക്ക് ഇത്രയും ചെറിയ വിലക്ക് കിട്ടൂല, ഒരു 5-6 രൂപക്ക് ഇത് ചെയ്ത് തരും അവർ. ഇത് ഒരു 25-30 റുപ്യേൻ്റെ മേലുള്ള സ്റ്റേജാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറിയ രൂപത്തിൽ കിട്ടല്ലേ, അപ്പോൾ നമ്മളൊരു സ്റ്റേജ് ഒരുക്കണമെങ്കിൽ എന്തായാലും 10 റുപ്യേൻ്റെ മേലെ കൊടുക്കണമല്ലോ. അപ്പോൾ ആയിക്കോട്ടെ, അങ്ങനെ കിട്ടിയപ്പോൾ ഓക്കെ, ചെറിയ പൈസ അല്ലേ ഉള്ളൂ, എനിക്ക് വേണ്ടി സ്റ്റേജിലെ ഡെക്കറേഷനൊക്കെ കാണുമ്പോൾ വിചാരിക്കും വലിയൊരു ആഡംബര കല്യാണമാണെന്ന് വിചാരിക്കും. ആ ഒരു സ്പിരിറ്റിലെടുക്കാൻ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു ആരെങ്കിലും? ഇത് അങ്ങനെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കൂടെ നിന്ന് ഒരു ബലം തന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ നിന്ന് ഒരുപാട് 99% ആളുകളും കൂടെ നിന്നവരാണ്. പക്ഷെ എന്നാലും ഉണ്ടല്ലോ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ പല രൂപത്തിൽ വന്നപ്പോൾ നമ്മൾ നൗഷാദ് ബാക്കോയ് ഉസ്താദ് പോലും പിന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യ വിഷയം മനസ്സിലാക്കാതാണ് പറഞ്ഞത്. അത് പ്രസംഗിച്ച പിറ്റേന്ന് തന്നെ എനിക്ക് വിളിച്ച്, ഉസ്താദെ ഞാനിങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ്, പൊരുത്തപ്പെട്ടരണം എന്നൊക്കെ മൂപ്പര് നല്ലൊരു മനസ്സ് കാണിച്ചിട്ടുണ്ട് പൊരുത്തപ്പെടിച്ച. കാരണം മൂപ്പർക്ക് അതിൻ്റെ ഫാൾട്ട് മനസ്സിലായി, യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം തന്നെ തിരുത്താൻ തയ്യാറായി. അത് നല്ലൊരു മനസ്സിനോട് അവസ്ഥയാണ്. അള്ളാഹു അവിടെ മൂപ്പരൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് എൻ്റെ ഉസ്താദന്മാരായ ഒരുപാട് വലിയ വലിയ ഉസ്താദന്മാരൊക്കെ ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ദീനീപരമായിട്ട് നമ്മളെ പണ്ഡിതോചിതമായിട്ടുള്ള ശൈലിയിൽ നല്ല രീതിയിൽ പ്രസംഗിച്ചതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടിട്ടാണ് ഈ സംസാരിക്കുന്നത്. അവർ എല്ലാ പ്രസംഗങ്ങളും ഉൾക്കൊണ്ട് ഇനി ഇങ്ങനെയുള്ള വേദികളിൽ നമ്മൾ ആരും ഉസ്താദുമാരെന്നല്ല, ഉസ്താദുമാരുള്ള സദസ്സിലായാലും ഇങ്ങനൊരു അർത്ഥം കുറിക്കുന്ന വരികളൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളവരുണ്ടാവും, സദസ്സിലുണ്ടല്ലോ ഉസ്താദുമാരുണ്ടല്ലോ എന്നുള്ള ചിന്തിക്കലും കൂടി നല്ലതാണ്. ഇങ്ങനെയൊരു സദസ്സിൽ ഇങ്ങനെയൊരു സംഭവം നടന്നത് അത് എനിക്ക് ഇനി ഉണ്ടായതുപോലെ ജീവിതത്തിൽ ഒരു മനുഷ്യനും ഉണ്ടാവരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ അബ്ദുൽ സമദ് സഖാഫിയെ പരിചയപ്പെടുത്തുന്ന പൂർണ്ണമാവണമെങ്കിൽ അദ്ദേഹം ഇത്തരം മതഗാനങ്ങളൊക്കെ പാടുന്ന ഒരാൾ കൂടിയാണ്. ആ പാട്ടുകൂടി കേട്ടാലുള്ളൂ താങ്കൾ ആരാണ് എന്താണെന്നൊരു പൂർണ്ണമായൊരു ബോധ്യം ഇത് കേൾക്കുന്നവർക്കുണ്ടാകും. മദീന छोड़ आए हैं, मदीना 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 छोड़ आए हैं. അപ്പോൾ വളരെ ശ്രുതിമധുരമായി പാടുന്നുണ്ട്. ചില ആളുകൾ നേരത്തെ റുഷ്തംബോൾ എന്ന് പറയുന്ന പാട്ടിൻ്റെ ദ്വയാർത്ഥങ്ങൾ വെച്ച് പരിഹസിക്കുന്നവരുണ്ട്. ചില ആളുകൾ അതിൻ്റെ ഈമാനും ഇസ്ലാമികമായ വിഷയങ്ങൾ വെച്ച് വിമർശിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, അദ്ദേഹം വളരെ ഈമാൻകാര്യവും ദീനിൻ്റെ പരമായി ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ വിമർശനങ്ങൾ ആ രീതിയിൽ കടന്നു പോകരുത് എന്നുള്ള ഒരു വലിയ റിക്വസ്റ്റ് കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുണ്ട്. അതുകൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ, അല്ലേ? ഒന്നുകൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും വിമർശനങ്ങളും ട്രോളുകളും ഇവിടെ സംഭവിച്ചു. അതിന് ആരോടും ദേഷ്യമല്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഇനിയും ഇതുവരെ വിമർശിച്ചതും ട്രോൾ ചെയ്തതൊക്കെ എല്ലാവരും ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിക്കണമെങ്കിലും സന്തോഷവും. അതിന് പുറമെ പിന്നെ എല്ലാവരും ഒരുപാട് ആളുകൾ, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഡെയിലി ഒരു 10-60 കോൾ വരാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലായാലും ഒരുപാട് മെസ്സേജുകളും വരാറുണ്ട്. അത് നമുക്ക് പോസിറ്റീവായി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ പാട്ട് കേട്ടില്ലേ, വളരെ മനോഹരമായി പാടുന്നുണ്ട്. അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും ആ രീതിയിൽ നമുക്കൊരു സപ്പോർട്ടൊക്കെ കൊടുക്കാവുന്നതാണ്, കാരണം അത്ര മനോഹരമായി പാടുന്നുണ്ട്. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ ട്രോൾ ചെയ്ത ആളുകൾക്കൊക്കെ നമുക്ക് ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ട് എല്ലാവരും 99% ആളുകൾ ആരും തെറി വിളിക്കാനോ അല്ലെങ്കിൽ പരിഹസിക്കാനല്ല, എല്ലാവരും വിളിച്ച് ഉസ്താദെ പൊരുത്തപ്പെട്ടരണം. അറിയാതെ ഫസ്റ്റത്തെ 2 ദിവസം പലരും സമുദ്രം കാണിക്കാൻ പറ്റാത്ത കാഴ്ചകൾ കാണിച്ചു കൊടുത്തോ, കൃഷ്ണമോളിപ്പോൾ ജീവനോടുണ്ടോ, അങ്ങനെയൊക്കെ പല പല മനസ്സിൽ കുത്തുന്ന ഓരോ വാക്കുകളൊക്കെ പറഞ്ഞ് പലരും ട്രോൾ ചെയ്തും കളിയാക്കിയതും മെസ്സേജും അതുപോലെ കമൻറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ വല്ലാതെ വേദനിപ്പിച്ചാണ്. കേസും പരാതിയൊന്നും ഇല്ല ഇപ്പോൾ. കേസും പരാതി എന്ന് വെച്ചാൽ ആരും ആഗ്രഹിക്കില്ലല്ലോ കല്യാണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ലൊരു മുഹൂർത്തം അല്ലെങ്കിൽ ആ നല്ലൊരു ദിവസങ്ങളിൽ നമ്മൾ കേസും കൂട്ടുമായി നടക്കുക എന്നുള്ളത് അവർ ആഗ്രഹിക്കാത്തതാണ്. ഇതിനൊക്കെ എത്രയും വേണമെങ്കിൽ കേസ് കൊടുക്കാവുന്ന എല്ലാവിധ പോസിറ്റീവും ഇവിടെ ഉണ്ട്. പക്ഷേ അതിനൊന്നും ഇതിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ വേറെ പലരും പറയുന്നുണ്ട് ഇതിൽ സമദ് സഖാഫി മാപ്പ് പറയണം എന്നുള്ളത്. അത് എന്ത് അർത്ഥത്തിലാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല.
ഏതായാലും ഞാനുമായി ബന്ധപ്പെട്ട എന്ത് വിഷയത്തിലും ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. പിന്നെ ഈ ഒരുപാട് ആളുകൾ എനിക്ക് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെ പൊരുത്തം ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ പിന്നെ നമ്മളെ നല്ല ദാമ്പത്യ ജീവിതം, അതുപോലെ നമ്മളെ വീടും കാര്യങ്ങളെല്ലാം ഇനി മുന്നോട്ടുള്ള ജീവിതം എല്ലാ നിലക്കും റാഹത്തിലും ഹൈറിലും നല്ല സന്തോഷത്തിലും പോകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാമെന്ന് അറിയിക്കാനും കൂടിയാണ് ഇതിനൊക്കെ ഞാൻ ഒരു സമ്മതം തന്നത്. ഓർക്കാതെ പാപങ്ങൾ ചെയ്തു പോയി, ജന്മത്തിലിന്നീവൻ ചെയ്തെന്തു തിന്മ, ജന്മത്തിലിന്നീവൻ ചെയ്തെന്തു തിന്മ, പൂമുത്തിൻ തുണയല്ലാതെന്തുണ്ട് ഇവനിൽ നന്മ. അപ്പോൾ പരസ്പരം പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട റിക്വസ്റ്റ്, ഇത്തരത്തിൽ മോശം രീതിയിലുള്ള ട്രോളുകളൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്ത് അദ്ദേഹത്തോടെ കുടുംബത്തോടൊരു നീതി കാണിക്കണമെന്നൊരു ആവശ്യം കൂടി പറയുന്നു. താങ്ക് യു ഫോർ ദ ടൈം.